ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ ഞെട്ടലാണ് സമൂഹത്തിനുണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഞെട്ടൽ സമ്മാനിച്ചത് WCCയുടെ സ്ഥാപക നേതാവ് കൂടിയായ മഞ്ജു വാര്യരായിരുന്നു എന്ന് നമുക്കറിയാം. മഞ്ജു വാര്യർ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഞെട്ടലുണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ, ഇരയോടൊപ്പം നിൽക്കുന്നു എന്ന് ബോധ്യം വരികയും ഒരു സംഘടനയ്ക്ക് തന്നെ അവരുടെ വാക്കുകൾ പ്രചോദനമാവുകയും അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്ത ശേഷം അവർ പതുക്കെ അവരുടെ സംഘടനയിൽ തന്നെ അമ്മയിൽ തന്നെ തുടരുകയും പിന്നീട് WCCയിൽ നിന്ന് ഒരു തന്ത്രപരമായ അകലം പാലിച്ചുകൊണ്ട് സിനിമകൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഹേമ കമ്മിറ്റി മൊഴിയെടുത്തപ്പോഴെങ്കിലും അവർ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അത്രയേറെ അസ്വസ്ഥത ജസ്റ്റിസ് ഹേമയ്ക്ക് പോലും ഉണ്ടായി എന്ന് വ്യക്തമാവുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് റിപ്പോർട്ടിൽ അവരുടെ മൊഴി ഞെട്ടിച്ചുവെന്ന് ജസ്റ്റിസ് ഹേമ എഴുതി വെച്ചതും. അപ്പോഴും നമ്മൾ വിചാരിച്ചത്, ജനങ്ങൾക്ക് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മഞ്ജു വാര്യരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണോ മഞ്ജു വാര്യർ അത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്ന സംശയം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ അത് കാരണമായി. എന്നാൽ പിന്നീട് കണ്ടത് WCC ഈ പ്രശ്നത്തെ ലഘൂകരിച്ചു പോകരുത് എന്ന ചിന്തയിലായിരിക്കാം ഒരു പക്ഷേ രംഗത്ത് വന്ന് മഞ്ജു വാര്യർ തങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. എന്നാൽ മച്ച് നീഡഡ് എക്സ്പ്ലനേഷൻ എന്ന ആ വാക്കിൽ മാത്രം ഒതുക്കി, ഒറ്റ സെന്റൻസിൽ ഒതുക്കിക്കൊണ്ട് അതിനുള്ള മറുപടിയുമായി മഞ്ജുവും ഈ കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. എന്നാൽ ഇന്നലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ട ശേഷം അതിനു മുമ്പുമൊക്കെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു മാറിപ്പോയ മഞ്ജു പിന്നീട് ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടു. ഇതിന്റെ തുടക്കം ആ പെൺകുട്ടിയിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇരയാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി. കാരണം അതിനുള്ള കാരണമായി എനിക്ക് തോന്നുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് WCCയുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചവരിലേക്കല്ല കാര്യങ്ങൾ പോയതെന്നും പലപ്പോഴും അത് മാറി മറിയുന്നുണ്ട് എന്നും മനസ്സിലായതിന്റെ പശ്ചാത്തലത്തിലാവണം വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി 2-3 നടിമാർ രംഗത്ത് വന്നത്. അതിന് പിന്നാലെ ഇന്ന് ഒരു ചാനൽ സിദ്ദിഖിനെയും ഒക്കെ മൊഴി മാറ്റി, ദിലീപിന്റെ കേസിൽ മൊഴി മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സ്ക്ലൂസീവ് വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത പുറത്തുവിടുകയും ചെയ്തു. ഏതായാലും ഈ ചാനലും WCCയും അതിലെ ചില അംഗങ്ങളും ചില പോലീസ് ഓഫീസേഴ്സും ഒക്കെയുള്ള ബന്ധം ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒരു ജനുവിനായ വിഷയം ചർച്ച ചെയ്യേണ്ട സമയത്ത് സിനിമയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി അറിയുന്ന കാര്യമാണ്. കോടതിയിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ഇപ്പോൾ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിഴക്കുന്നതെന്ന സംശയം പോലും വ്യാപകമാകുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടുമായി മഞ്ജു പോകുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. മഞ്ജു ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ചില സമയത്ത് മിണ്ടാതിരിക്കുന്നതും പ്രതിരോധമാണ് എന്ന്. മഞ്ജു മിണ്ടാതിരിക്കുന്നതിലൂടെ അല്ലെ മഞ്ജു സംസാരിക്കാതിരിക്കുന്നതിലൂടെ എന്താണ് അവർ അർത്ഥമാക്കുന്നത്? അവരുടെ വ്യക്തിവൈരാഗ്യം തീർക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് മറ്റ് ലക്ഷ്യങ്ങളില്ല എന്ന് തന്നെയല്ലേ? യഥാർത്ഥത്തിൽ ഇരകളോടൊപ്പം നിൽക്കേണ്ട ഇവർ ഇരകളോടൊപ്പം നിൽക്കുന്നുവെന്ന് ധ്വനിപ്പിക്കുകയും അതേസമയം എന്ന ഇരട്ടത്താപ്പ് കാണിക്കുകയും ചെയ്തത് കേരളീയ പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചയായതാണ്. യഥാർത്ഥത്തിൽ മഞ്ജുവിന്റെ ലക്ഷ്യം ദിലീപ് മാത്രമാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഒരു കേസിന്റെ ആരംഭഘട്ടത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആരോടെങ്കിലും ഒക്കെ മൊഴിയെടുക്കുമ്പോൾ ആ മൊഴിയിൽ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞതോ കേട്ടതുമായ പലതും നമ്മൾ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മളുമൊക്കെ ഇത്തരത്തിൽ പല പ്രസ്താവനകളും നടത്തും. എന്നാൽ അതൊക്കെ പ്രാവർത്തികമാക്കാനോ അത്തരത്തിൽ പ്രവർത്തിക്കാനോ ഇല്ല എന്ന് നമുക്ക് ഇവർക്കും അറിയുന്ന കാര്യമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ കൊടുത്ത മൊഴികൾ ചിലപ്പോൾ മാറ്റുന്ന പ്രവണതയും ഉണ്ടാകും. ഇവിടെ സാക്ഷിയായിരുന്ന ശ്രീകുമാർ മേനോനെ എന്തുകൊണ്ടാണ് പിന്നീട് സാക്ഷിയായി വിസ്തരിക്കാതിരുന്നത്? മഞ്ജുവും ശ്രീകുമാർ മേനോനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ നിന്നും എന്തുകൊണ്ടാണ് ഒരു ജെനുവിനായ കേസാണെങ്കിൽ ശ്രീകുമാർ മേനോനെ എന്തുകൊണ്ടാണ് സാക്ഷിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്? ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? യഥാർത്ഥ സ്ത്രീ പ്രശ്നങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ ഇത്തരത്തിലുള്ള ചർച്ചകളെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്ന വളരെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ സെറ്റിൽ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിഞ്ഞു പോകാനുള്ള കാര്യമായി മാത്രമേ ഇത് പ്രയോജനപ്പെടുകയുള്ളൂ. ഇപ്പോഴും ദിലീപിനെ ആരോപണ വിധേയനായി നിർത്താനുള്ള ശ്രമങ്ങളാണ് ഇവരൊക്കെ നടത്തുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിലീപ് ഏതായാലും കേസ് കോടതിയിലാണ്. ദിലീപിന്റെ കേസിന്റെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എടുത്തിരിക്കുന്നു. ദിലീപിനെ വീണ്ടും ക്രൂശിക്കാനാണോ ഇപ്പോഴൊരു റിപ്പോർട്ടും ആവശ്യവും ഒക്കെ പുറത്തു കൊണ്ടുവന്നത്?
എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. എന്നാൽ ദിലീപിന്റെ പേര് ഇതിനകത്ത് ഇല്ല എന്ന തരത്തിലുള്ള ചില സൂചനകൾ വന്നു തുടങ്ങിയതോടെ വീണ്ടും ഈ കോക്കസ് ദിലീപിലേക്ക് മാറ്റാനുള്ള ശ്രമമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു.